എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ നല്ല ദിനത്തിൽ നാം കർത്താവിനെ നോക്കി പാർക്കാം. യേശപ്പച്ചൻ എന്താണ് പറയുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. സങ്കീർത്തനം 20-ാം അധ്യായം 4-ാം വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. എത്ര മനോഹരമായൊരു വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന താല്പര്യങ്ങളെല്ലാം കർത്താവ് നിവർത്തിക്കും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നമുക്ക് നൽകും. നമ്മുടെ ആലോചനകളും സാധിപ്പിച്ചു തരും. നമ്മുടെ ആലോചനകളാൽ നാം ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ കാണിക്കുന്ന വാക്യപ്രകാരം നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതമെല്ലാം ഒരു കാലം മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ത്യത്തോളം നിൽക്കുന്നത് നമ്മുടെ നിത്യതയാണ്. കർത്താവ് പറയുന്നു, ഈ സങ്കീർത്തനത്തിൽ 20 വാക്യമുണ്ട്. ചില രഥങ്ങളിൽ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവയഹോവയുടെ നാമത്തെ കീർത്തിക്കും. നമ്മുടെ ദൈവയഹോവയുടെ നാമത്തെ കീർത്തിക്കാം. അടുത്ത വാക്യം, അവർ കുനിഞ്ഞ് വീണുപോയി. ചിലർ കുനിഞ്ഞ് വീണു പോന്നു, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. ഞാൻ ഈ വാക്യം പറയുമ്പോൾ നമ്മൾ ദൈവത്തെ യഹോവയിൽ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുവാൻ വേണ്ടി പറയുന്നു. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പം കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്ന കർത്താവാണ്. അത് ഈ വാക്യം രണ്ടാണ്. സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ വരുന്ന വാക്യമാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അതേപോലെ സങ്കീർത്തനം 20-4-ാം വാക്യം പറഞ്ഞിരുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. കർത്താവ് നമ്മൾ പഠനത്തിൽ ഹൈ മാർക്സ് സ്കോർ ചെയ്യണം, അതുപോലെ നല്ല ഹൗസ് വേണം, അതുപോലെ നല്ല ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല ആഗ്രഹങ്ങളെ ദൈവൻ മാനിച്ച് നൽകി തരും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. റിപ്പീറ്റഡ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സാധിച്ചു തരും ദൈവം. യേശുപ്പച്ചൻ എല്ലാ ചെറിയ കൂട്ടുകാരോട് കുഞ്ഞുങ്ങളോട് പറയുവാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വാഗ്ദത്ത വചനങ്ങൾ എടുക്കാം. വാഗ്ദത്തം ഞാൻ 2-3 വായിച്ചു. ചില രഥങ്ങളിൽ ചില കുതിരകളിൽ ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവയഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. നമ്മൾ ചിലരൊക്കെ നോക്കിയാൽ രഥങ്ങളും കുതിരകളിലൊക്കെ ആശ്രയിക്കുന്നു. അതൊന്നും ആശ്രയിക്കരുത്. നമ്മൾ ദൈവമേ കർത്താവ് പറയുന്ന പോലെ നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവിനോട്, യേശുപ്പച്ചനോട് വിളിക്കാം. യേശുപ്പച്ചനെ ധ്യാനിക്കാം, ഇഷ്ടപ്പെടാം. യേശുപ്പച്ചനോട് കൂടെ നമ്മുടെ കാര്യങ്ങൾ പങ്കിടാം. യേശുപ്പച്ചനോട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം പറയുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതമായി അതിശയമായി നടത്തും. കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ള പഠനമെങ്കിൽ നമ്മൾ ദിവസം തോറും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും. പഠിക്കുവാൻ ആവശ്യം ബുദ്ധി ശക്തി തരും. എല്ലാത്തിലും അനുഗ്രഹങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനം 20-4-ാം വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. കർത്താവ് എത്ര നല്ല കർത്താവ് നമുക്ക് വേണ്ടി ആയിരിക്കുന്നു. യേശുപ്പച്ചനോട് നമ്മുടെ സകലതും പങ്കിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിൽ നിന്ന് നിൽക്കുന്നു. ആമീൻ.